ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. 5 ടാങ്കുകളിൽ നമ്മൾ ഗപ്പി വളർത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 50 ടാങ്കുകളിൽ ഗപ്പി വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. അതിൽ പലതും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് ഫാമിങ്ങിൽ മാത്രമല്ല, ജീവിതത്തിൽ പല കാര്യങ്ങളും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പരാജയത്തിലേക്ക് എത്തിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഒരു മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴയിൽ നിറഞ്ഞിട്ടുള്ളൊരു ടാങ്കാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ നമ്മൾ ആ ടാങ്കുകളൊക്കെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് കുറക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്ന് കാലത്ത് നോക്കിയപ്പോഴാണെങ്കിലും നല്ല തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു മഴക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് പുലർച്ചെ സമയത്ത് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രി സമയത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇത് ഇനി നിറഞ്ഞൊഴുകുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ രാവിലെ തീറ്റ കൊടുക്കുന്ന സമയത്താണ് എല്ലാ ടാങ്കുകളിലൊന്നും നോക്കാറുള്ളത്. പിന്നീട് നമ്മൾ എന്തെങ്കിലും ചില ടാങ്കുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മോർട്ടാലിറ്റി എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതെടുത്ത് മാറ്റാറുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ഗപ്പികൾക്ക് ആവശ്യമുള്ളവർ വരുന്ന സമയത്ത് ആ ടാങ്കിലേക്ക് പോയി നോക്കാറുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മളെ ശ്രദ്ധ എത്താറുള്ളത് ഇത്തരത്തിലുള്ള ചെറിയ ടാങ്കുകളിലാണ് നമ്മളെ ശ്രദ്ധ എത്താത്തത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടില്ല, അസോളും ഡക്ക് ബേർഡും നിറഞ്ഞിട്ടുണ്ട്. ചില ടാങ്കുകളിലൊക്കെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫില്ലായ ഒരു അവസ്ഥയുണ്ട്. ഈ ടാങ്കിൽ കണ്ടില്ല, നല്ല അഴുക്കും പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാഴ്ച മുമ്പ് ബ്രീഡായ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ക്ലീൻ ആക്കാനുള്ളത്. അതുപോലെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഈച്ചയുടെ അംശം കുറച്ച് കൂടുതലാണ്ടില്ല. അങ്ങനെ അതായത് നമ്മളിതിൽ ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ് ഇട്ടിരുന്നു, പക്ഷേ ഇത് കണ്ടില്ലേ, വല്ലാത്തൊരവസ്ഥ കണ്ടില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ വിരൽ വരെ പോകുന്നില്ല. അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പോകാൻ. പലപ്പോഴും ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് മോർട്ടാലിറ്റി വരെ സംഭവിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും, നമുക്കറിയില്ല. കണ്ടില്ല, ഈ സൈഡിൽ കൂടെ പോകുന്നത് കുറച്ചെണ്ണം ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അസോള കൂടുതലായിട്ട് കൂടിയിട്ട് കണ്ടില്ല. പറ്റി നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, ഇവിടെ ഒക്കെ അനങ്ങുന്നുണ്ട്, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പലപ്പോഴും ഓക്സിജൻ ഡിമാൻഡിന് ഒരു പരിധി വരെ ചിലപ്പം ഗപ്പികൾക്ക് ഇത് കാരണമായിക്കൂടായില്ല. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധ കിട്ടാത്ത ഇത്തരത്തിൽ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്ന, അങ്ങനെ മാറ്റിയിട്ട് വളർത്തുന്ന ഈ ഒരു സംവിധാനത്തിലാണ് നമ്മളെ ശ്രദ്ധ എത്താത്തത്. ഇതിലിടക്കൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ റെഡാണിത്, ഫുൾ റെഡ് അല്ല, റെഡ് പാണ്ട ആൽബിനോ, അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് മാറ്റാൻ പോകുന്നത്. ഇതിലൊക്കെ ഉണ്ട്, ഓരോ സൈഡിലുണ്ട്. അതുപോലെ ഇവിടെ ഒരു ടാങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ടാങ്കിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു, ഒരു പായൽ പിടിച്ച മാതിരൊരവസ്ഥയാണ്. ഇല്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ അത് ഓക്കെയാണ്. കാരണം വെച്ചാൽ ഇത് പാട കെട്ടിയ മാതിരൊരവസ്ഥ ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ആ പാടൊക്കെ മാറിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് നോക്കി ഭയങ്കര രീതിയിൽ അഴുക്കുണ്ട്. ഒന്നും കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ തന്നെ പോട്ടോ, പിടിച്ചാൽ കിട്ടൂല ചിലപ്പോൾ. കണ്ടില്ലേ, കച്ചറ അഴുക്ക് എന്താ, ഭയങ്കരമായിട്ട് അഴുക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് ഒന്ന് വലിച്ച് കളയാൻ പോവാണ്, ഈ അഴുക്കൊക്കെ. ഈ ടാങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അസോള ഫില്ലായി കിടക്കുന്നത്. ഇനി അസോള വളരാനുള്ള ചാൻസ് ഇതിലില്ല. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, അസോള കോരി ഒഴിവാക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ കോഴിക്കാർപ്പിനാക്കിയിട്ടുള്ള ടാങ്ക്. ഇതിലിപ്പോൾ ഓൾറെഡി അസോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇട്ട് കൊടുത്ത അസോള ഇന്ന് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആ ഭാഗങ്ങളൊക്കെ കുറേശ്ശെ കിടക്കുന്നത് കണ്ട്. ഈ ടാങ്കിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്ലവർ പായൽ എന്ന് പറഞ്ഞ സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അധികം കൂടാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നീക്കം ചെയ്യണം. കാരണം ഇതിന് മുകളിലുള്ള ആ ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടതുകൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴ ലഭിക്കുന്നതിന് മുമ്പ് ഡെഡായ മീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് 2 ദിവസം മിനിഞ്ഞാന്ന് ഡെഡായ മീനാണിത്, കോഴിക്കാർപ്പാണ്. കുഴപ്പമില്ലാത്തൊരു ചെറിയ സൈസ് ഇത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ എന്താണ് ഇതിൻ്റെ മരണകാരണം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മളതുകൊണ്ട് തന്നെ ഇന്ന് ഈ ടാങ്കിൽ നിന്നും നമ്മൾ ഈ ഫ്ലവർ പായൽ കുറച്ച് നമ്മൾ നീക്കം ചെയ്യാൻ പോവുകയാണ്. കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ കോഴിക്കാർപ്പിന് എന്താ തീറ്റ കൊടുക്കുന്നുള്ളത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അസോള ഇങ്ങനെ ഇടവിട്ട് കിടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും മുകളിൽ. അസോള കോഴിക്കാർപ്പിന് നമ്മൾ കൊടുക്കാറുള്ള ഒരു തീറ്റ തന്നെയാണ്. അപ്പോൾ അത് തിന്നതിന് ശേഷമുള്ള ബാക്കി വന്നുള്ളതാണത്. അതവരാവശ്യത്തിന് കഴിക്കുന്നതായിരിക്കാം. പിന്നെ നമ്മൾ കോഴിക്കാർപ്പിന് കൊടുക്കാറുള്ള മറ്റൊരു തീറ്റയാണിത്. ഇത് ഗ്രോവലിൻ്റെ ഏത് സൈസ് നമുക്കറിയില്ല. ഇതിവിടെ അടുത്തുള്ള അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ കൊടുക്കാറുള്ളത്.
കോഴിക്കാർപ്പിൻ്റെ കൂടെ ഗപ്പികളാക്കി കഴിഞ്ഞാൽ ഗപ്പികളെ കോഴിക്കാർപ്പ് തിന്നൂലെന്ന് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഗപ്പികളാണ് ഇതിൽ കൂടി നീന്തി തുടിക്കുന്നത് കാണുന്നത്. കാരണം ഈ ഗപ്പികളിനെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്കിതിൽ കാണാനുണ്ട്. അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും കോഴിക്കാർപ്പിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം അത്രയും പൊടി കുഞ്ഞുങ്ങളെ ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മളിതിലാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ടാങ്കിലാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ നീന്തി തുടിക്കുന്നത് കാണുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതാണെങ്കിൽ ബ്രീഡായിട്ട് കുറേ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമുക്ക് ഈ ടാങ്കിൽ തന്നെ പുതിയതായിട്ടും കാണാനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ശേഷം നമ്മുടെ ഗപ്പി ടാങ്കുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഗപ്പി ഡെഡ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായി. കാരണം ഓപ്പൺ സ്പേസിൽ ഈ മഴ കൊള്ളുന്ന ടാങ്കുകളിലൊക്കെ ഗപ്പികൾ ചാവാൻ ചാൻസ് ഉണ്ടെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഡെഡായിട്ടുണ്ട്, ഒരു മെയിൽ പോയിട്ടുണ്ട്. ഇതിലുള്ളത് ഫുൾ വൈറ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വന്നപ്പോഴാണ് പറഞ്ഞത് ഇത് ആൽബിനോ ഫുൾ വൈറ്റ് ആണെന്നുള്ളത്. നമുക്കറിയില്ലായിരുന്നു ആൽബിനോ ആണ് ഫുൾ വൈറ്റ് നമ്മളെ കയ്യിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫുൾ വൈറ്റ് എന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊരു മെയിൽ ഡെഡായി. ഇത് ഡെഡാവാനുള്ള കാരണം pH വാല്യൂ മാറിയതാണ്, വെള്ളം ഇതിൽ ചാടിയതാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ പായൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. ഈ അസോളയാണെങ്കിലും ഈ കാണുന്ന ഫ്ലവർ പായലാണെങ്കിലും ശരി നല്ല രീതിയിൽ തന്നെ ഫില്ലായിട്ട് നിന്നുണ്ടായത്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡെഡായതിനെ മാറ്റി. പിന്നെ അതിന് ശേഷം ഒരു മെയിലും 3 ഫീമെയിലും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ വന്ന സുഹൃത്ത് എന്ത് ചെയ്ത് ഇതിൽ നിന്ന് ഒരു മെയിലും ഒരു ഫീമെയിലും ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സുഹൃത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ശേഷിക്കുന്ന 2 ഫീമെയിൽ മാത്രമാണ് ഈ ടാങ്കിൽ ശേഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്ക് ചെറിയ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ അടിത്തട്ടുന്ന വെള്ളം മൊത്തം മാറ്റിയിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് അഴുക്ക് ഇരിക്കുന്നുണ്ട്, ഇവിടത്തൊക്കെ മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം അടിവശം വരെ കുറച്ച് നിർത്തിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ടാങ്ക് നമുക്ക് ഈ പൊസിഷൻ മാറ്റിയിട്ട് ഇത് ഇങ്ങോട്ട് നീക്കണം. ഇത് ഗ്രോ ബാഗിലൊരു മൂച്ചി തൈയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റാനുള്ള ചെറിയ സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ ഇടാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ വാഴ നിൽക്കുന്ന കാരണം ഭയങ്കര കുടുങ്ങിക്കിടക്കും. നമുക്ക് ഈ വാഴ ഇവിടുന്ന് വെട്ടി ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വാഴ ഓൾറെഡി ഇവിടെ കൊലച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കൊലച്ച് നിൽക്കുകയാണ് ഈ വാഴ കൊല വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കന്ന് പിരിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാഴകളാണെങ്കിലൊക്കെ കൊലക്കാനായിട്ടുണ്ട്. അതിൽ നിന്ന് വന്നുള്ള കന്ന് അതും കൊലക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വാഴ വെട്ടിയ പാട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ കന്നുകളും പിരിച്ചു വെച്ചിട്ട് ഈ വാഴ മാത്രം ഇവിടെ നിർത്താനാണ് പ്ലാന്. എന്നിട്ട് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊലച്ച പാട് വെട്ടിയിട്ട് ഈ പൊസിഷൻ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രോ ബാഗ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ടാങ്ക് നമ്മൾ ഈ വെള്ളത്തോടക്കത്തിന് ഇങ്ങോട്ട് നീക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം അടിവശം വരെ കുറച്ച് വെച്ചിട്ടുള്ളത്. കാരണം വെയിറ്റ് ഓവറായിട്ട് നമുക്ക് നീക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പം ടാങ്ക് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടാങ്ക് നമ്മൾ ഇങ്ങോട്ട് നീക്കി വെക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ കുറച്ച് ഹൈറ്റിൽ നിന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം റീഫിൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ കല്ല് ഇനി നമ്മൾ മാറ്റും, ഇവിടെ അങ്ങനെ തട്ടി നിരത്തും. ഇവിടെ തട്ടി നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ അക്വേറിയം വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 സൈഡ് വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ ഒരു അക്വേറിയം, ആ സൈഡിൽ വേറെ അക്വേറിയം, സെൻറ്ററിൽ എന്തെങ്കിലും ഷീറ്റ് ഇറക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ കൂടി വരുന്നവർക്ക് ആ സൈഡിലുള്ള മീനുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള മീനുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 30 വെറൈറ്റി ഗപ്പികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 30 ചെറിയ അക്വേറിയങ്ങൾ ഇവിടെ കൊള്ളിക്കാനാണ് പ്ലാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 അക്വേറിയങ്ങളിലും ഈ 2 പെയർ വീതം സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗപ്പികളെ ഷോ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാം, സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി തന്നെ ഉടൻ തന്നെ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ അതിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഗപ്പികളുടെ ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ അത് ഷെയർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാത്തത്. കാരണം വെച്ചാൽ ഓരോന്നിനെ പിടിച്ചിട്ട് നമ്മൾ അക്വേറിയത്തിലിട്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഏരിയയിൽ ഒരുപാട് ടാങ്കുകളിൽ ഗപ്പി വളർത്തുന്നതിലും എത്രയോ നല്ലതാണ് നമുക്ക് കഴിയുന്ന ഏരിയയിൽ, അത് നമ്മൾ കണ്ണെത്തണ നമുക്ക് നല്ല രീതിയിൽ നോക്കി നടത്താൻ പറ്റുന്ന അത്രയും ടാങ്കുകളിൽ മാത്രം ഗപ്പി വളർത്തുകയാണെങ്കിൽ ഏറ്റവും ഉചിതം അതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയക്കും ഓരോരുത്തരുടെ യുക്തിക്കും അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഈ സൈഡിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ടാങ്കുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. ഈ ആഴ്ച നമ്മുടെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗപ്പി ടാങ്കുകൾ കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റും. ഇപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ടാങ്കുകളാണെങ്കിലും മറ്റ് കുറച്ച് ടാങ്കുകളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് മൈ ഫാമിങ്ങിൽ അടുത്ത ദിവസം കാണാം. ബൈ.